ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് റവയും ഇച്ചിരി തേങ്ങയും കൊണ്ട് നല്ല കിടിലം വെറൈറ്റി ഡ്രിങ്കിൻ്റെ നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു ഡ്രിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കുക. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്, എളുപ്പമാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പം ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതാ റവയും ഇച്ചിരി തേങ്ങയും മിക്സിയിൽ കറക്കിക്കൊണ്ടുള്ള ഈ ഒരു കിടിലൻ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 1.5 ഗ്ലാസ് റവ എടുത്തത്. വറുത്ത റവ വറുക്കാത്ത റവ ഏതായാലും പ്രശ്നമല്ല കേട്ടോ. ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്, പിന്നെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. വെറും 2-3 മിനിറ്റ് മാത്രം മതി നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ ഇതിലേക്ക് വേണ്ടിയത് തേങ്ങക്ക് അളവൊന്നുമില്ല കേട്ടോ. എത്ര വേണമെങ്കിലും അത്രയും നല്ല ടേസ്റ്റാണ് തേങ്ങ ഇടുന്നത്. ഞാൻ 2 രീതിയിൽ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇത്രയും തേങ്ങ എടുത്തതാണ്. ഏകദേശം ഒരു 6 സ്പൂൺ തേങ്ങ ഉണ്ടാവുക. അതിനൊരു 3 സ്പൂൺ തേങ്ങ ഈ ഒരു റവയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് വെള്ളമാണ് കേട്ടോ. ഈ ഒരു 1.5 ഗ്ലാസ് റവയ്ക്ക് ഞാനെടുത്ത വെള്ളം 2 ഗ്ലാസ് വെള്ളമാണ്. ആദ്യം ഒരു ഗ്ലാസ് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഞാനിതാ 1 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു റവേൻ്റെ മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. ഇങ്ങനെ തന്നെ ഇളക്കിയെടുക്കണേ. അപ്പോൾ നമുക്ക് അവർ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവൊക്കെ അറിയുള്ളൂ കേട്ടോ. ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണേ. പുതിയ കൂട്ടുകാർ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിന് അതിലേക്ക് ഏകദേശം ചൂടായതിന് ശേഷം ഇതാ ഈ ഒരു മാവിലേക്കോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ തീ നന്നായിട്ട് കുറച്ച് കൊടുക്കണേ. ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ കയ്യേക്കാതെ ഇങ്ങോട്ട് ഇളക്കി കൊടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇളക്കിയെടുക്കാൻ. റവ ആയതുകൊണ്ട് പെട്ടെന്ന് വെള്ളം വറ്റിപ്പോവും. അതാണ് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം എന്ന് പറഞ്ഞത്. അങ്ങനെ ഇതാ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം വെള്ളമൊക്കെ അങ്ങോട്ട് വറ്റി വരും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു വെന്ത് അത് നമുക്ക് മനസ്സിലാവേ. ഇതുപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് വീണ്ടും ഞാൻ പറയണം, അപ്പോൾ ഈ ഒരു റവൻ്റെ വേവൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് മനസ്സിലാവുള്ളതാണ് ഇങ്ങനെ പറയുന്നത്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഏകദേശം 1/4 ഭാഗമൊക്കെ ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഫസ്റ്റിൽ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. 2 രീതിയിലാണ് ഈ ഒരു റവ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് പകുതി മതി കേട്ടോ. 1.5 ഗ്ലാസ്സുള്ള ഒരു 1/4 ഗ്ലാസ് റവ എടുത്താൽ മതി. ഇനി ഇതാ ചൂടാറിയതിന് ശേഷം ഇതാ മിക്സിൻ്റെ ജാറെടുത്തിന് അതിലേക്ക് ഈ ഒരു റവയുടെ പകുതി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് പാലാണ് കേട്ടോ. നല്ല തണുത്ത പാലാണ് വെച്ച് കൊടുക്കുന്നത്. കട്ടപ്പാലായാലും പ്രശ്നമല്ല കേട്ടോ. പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കണ്ടേ. പിന്നെ വേണ്ടത് 2-3 ഏലക്കായ കേട്ടോ. വെറും 3 മിനിറ്റ് മാത്രം മതി നമുക്ക് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ. വേനൽ ചൂടിനും ഈ ഒരു നോമ്പിൻ്റെ ക്ഷീണത്തിനൊക്കെ ബെസ്റ്റാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. സാധാരണ ഇളനീർ ജ്യൂസൊക്കെ ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ ആ ഒരു ടേസ്റ്റിലൊക്കെ നമുക്ക് ഈ ഒരു റവ കൊണ്ടുള്ള ഡ്രിങ്ക് ഇഷ്ടമാവും കേട്ടോ. ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് ഏകദേശം കുടിച്ചാൽ തന്നെ മനസ്സിലാവുമേ. അങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ ഏലക്കായ്ക്കൊക്കെ അരിക്കണമെങ്കിൽ അരിക്കട്ടോ. ഇനി വെള്ളം ഒക്കെ കൂട്ടി ചേർക്കണമെങ്കിൽ ചേർക്കുക. തണുത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ ഐസ് കട്ടൊക്കെ ഇട്ട് കൊടുക്കണേ. ഞാനതായത് ഒരു 10 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെക്കാൻ പോകുന്നുണ്ട് ലാസ്റ്റ്. പിന്നെ ഇതിലേക്ക് ഒരു ഓപ്ഷനൽ കേട്ടോ. നിങ്ങളെ കയ്യിൽ കസ്കസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഞാൻ എൻ്റെ കയ്യിലുണ്ടായപ്പോൾ കുറച്ച് ഭാഗം ഇതുപോലെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തേനെ. ഇനി ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ്. അടിപൊളി ടേസ്റ്റ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇതുപോലത്തെ ഈ ഒരു ഡ്രിങ്ക്. പിന്നെ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ, എളുപ്പമാണല്ലോ. 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ അതാ കണ്ടില്ലേ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ബാദം എൻ്റെ കയ്യിലുണ്ടായപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കസ്കസ് ഇഷ്ടമുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനെന്തായാലും അതൊന്നും ഇട്ട് കൊടുക്കണില്ലേ. പിന്നെ നട്ട്സുകൾ എന്താ കയ്യിലുള്ള പിന്നെ കുറച്ച് ഫ്രൂട്ട്സുകൾ അതൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ ഏതായാലും ഈ ഒരു ബാദം മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കണുള്ളേ. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല സൂപ്പർ ടേസ്റ്റി ഡ്രിങ്കാണ്. രണ്ടാമത്തെ ഡ്രിങ്കും കൂടി അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള റവ ചൂടാറിയതിന് ശേഷം ഒരു മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുന്നേ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. പാലായാലും പ്രശ്നം, പാലാകുമ്പോൾ അധികം ഒരു ടേസ്റ്റാണ്. ഏകദേശം ഒരു അരമുറി തേങ്ങേൻ്റെ പാൽ ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അങ്ങോട്ട് ഇളക്കി വെച്ചിട്ട് ഇനി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒരു അങ്ങോട്ട് കറക്കിയെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള തേങ്ങ അതും കൂടി ഈ മിക്സിൻ്റെ ജാർക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഡ്രിങ്ക്
പിന്നെ റവക്കഞ്ഞി അതൊക്കെ തരി റവ അതൊക്കെ പറയട്ടോ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം. ഇതുപോലെ ആകുമ്പോൾ അധികം ഒരു ടേസ്റ്റാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന നാട്ടിലൊരു വ്യത്യസ്തമായൊരു പിന്നെ റവക്കഞ്ഞിയായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ അതാ തേങ്ങ നമ്മളങ്ങനെ ഇടലില്ലല്ലോ, അപ്പോൾ ഞാനതെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഏലക്കായൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അവിടെ അരച്ചെടുത്തതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചതിനേക്ക് കുറച്ച് നെയ്യായിട്ട് ഒഴിച്ച് കൊടുത്തത്. അത് ചൂടായതിന് ശേഷം ചെറിയ ഉള്ളിൻ്റെ ഒരു 3-4 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞെടുക്കണം കേട്ടോ. അത് ഈ ഒരു നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് കളറ് മാറി വരുന്ന വരെ ഒന്നങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക. അതിക്കങ്ങോട്ട് അവർ നെരിച്ചില് വരരുത്, കളറൊന്നും അങ്ങോട്ട് മാറിയാൽ മതിയേ. പെട്ടെന്നൊക്കെ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതുപോലെ അങ്ങോട്ട് ചെയ്തെടുക്കാൻ. അടിപൊളി ടേസ്റ്റായിട്ട് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. സാധാരണ ഉണ്ടാക്കുന്ന നാട്ടിലൊരു വ്യത്യസ്തമായിട്ടാണ് ഞാനത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ലേശം ഇട്ട് കൊടുക്കട്ടെ. ഞാനതായാലും മുന്തിരിൻ്റെ കയ്യിലുണ്ടായപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അന്നങ്ങോട്ട് കളറങ്ങോട്ട് മാറിച്ചെടുക്കട്ടെ. ഇനി നമ്മൾ അരച്ച് വെച്ചിഞ്ഞ ഈ ഒരു റവ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഒരുപാട് അങ്ങോട്ട് തിളക്കം ചെയ്ത് ജസ്റ്റ് ഒന്നങ്ങോട്ട് തുള്ളിയാൽ മതി കേട്ടോ. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുത്തുകൊണ്ട് ജസ്റ്റ് ഒന്നങ്ങോട്ട് തുള്ളുന്ന ഒരു ഇതുണ്ടാവുള്ളേ. അപ്പോൾ ഇതാ കണ്ടില്ല, അടിപൊളി ടേസ്റ്റായിട്ട് ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നോമ്പുതുറ സമയത്തൊക്കെ ബെസ്റ്റാണ് ഈ ഒരു റവക്കഞ്ഞി. പിന്നെ ഇതാ കുറച്ച് ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചൂടറിയാൽ കുറച്ചും കൂടി ഒരു കട്ടി കൂടെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണ് വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാർ കാണേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ്